നല്ല നാടൻ കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലി ഇതുപോണക്ക് നമ്മൾ എടുത്ത് കളയണം. അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായി ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കേണ്ടതാണ്. ഇനി അതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞ് എടുക്കണം. എന്നിട്ട് അത് ഒന്നും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലോട്ട് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി നമ്മൾ കളയണം. ഇനി ഇതൊരു കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. ഫ്രഷ് തേങ്ങ ആയാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇടാം. അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. ശരിക്കും വെള്ളം എത്രയുണ്ടെന്നും കൂടി ഒന്ന് നോക്കണം. ഇനി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കണം. ഫസ്റ്റ് വിസിൽ വരുമ്പോൾ തന്നെ കപ്പയെടുത്ത് ഇളക്കി റെഡിയാക്കി നമുക്കെടുക്കാം. ഇവിടെ നല്ല അടിപൊളി കപ്പ റെഡിയായിട്ടുണ്ട്. കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലൊരു സിമ്പിൾ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.